ഈ ഡോക്ടറിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫോട്ടോ കണ്ടിട്ട് ഈ പറഞ്ഞാൽ ഞാനിങ്ങനെ ഞെട്ടിദ്ധരിച്ചിരുന്നിട്ടുണ്ട്. അത് ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഡോക്ടർ പ്രൂവ് ചെയ്ത ആൾ. അപ്പോൾ ഈ പ്രൂവ് ചെയ്ത ആൾക്കാരോട് നമ്മൾ ഡയറ്റ് ചോദിക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ കൗതുകം കൂടുതലായിരിക്കും. ഡോക്ടർ ഈ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് എടുത്ത ഡയറ്റ് എന്താ, അതെങ്ങനെ ഇങ്ങനെ ഇത്രയും ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റിയത്? ഇപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്ന ട്രാൻസ്ഫോർമേഷൻ ചെയ്തു എന്ന് മാത്രമല്ല, അത് മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ വെയിറ്റ് ലോസ് വന്നിരിക്കുന്ന ആൾക്കാരോട് നമ്മൾ ചോദിച്ചാൽ അവർ പറയുന്നത് പലപ്പോഴും ആൾക്കാർ വെയിറ്റ് ലൂസ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ തിരിച്ചിത് റീഗെയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരുപക്ഷെ ഞാനൊരു ഹോർമോണൽ എക്സ്പെർട്ട് ആയതുകൊണ്ടും അത്തരം കാര്യങ്ങളുള്ളതുകൊണ്ട് എനിക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പഠിക്കുകയും പേഷ്യൻസിനോട് അഡ്വൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ ഇത്. അപ്പോൾ എൻ്റെ ഒരു ശൈലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാർബോഹൈഡ്രേറ്റ്സ് എടുക്കുന്നത് ഫ്രൂട്ട്സിൽ കൂടെ മാത്രമേ ഉള്ളൂ. ഓക്കെ. അല്ലാതെ ചോറ് എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് എന്തെങ്കിലും ഒരു ഒക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാനൊരു കല്യാണത്തിന് പോയി അവിടെ വെച്ച് കഴിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അവിടെ വെച്ച് കഴിക്കും. അല്ലാത്ത സമയത്ത് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ഡയറ്റിൽ ഫ്രൂട്ട്സിൽ കൂടെ ഗുഡ് ഷുഗേഴ്സ് മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ രാവിലെ ഞാൻ പ്രോട്ടീൻ ഷെയ്ക്ക് എടുക്കും. അപ്പോൾ രാവിലെ ഞാൻ പ്ലാന്റ് പ്രോട്ടീൻ്റെ ഒരു ഷെയ്ക്കാണ് കഴിക്കുന്നത്. അതിൻ്റെ കൂടെ എഗ്ഗ് കഴിക്കും, 2-3 ഫ്രൂട്ട്സ് കഴിക്കും. ഓറഞ്ച് ആയിരിക്കാം, അല്ലെങ്കിൽ അവക്കാഡോ ആയിരിക്കാം, അല്ലെങ്കിൽ ആപ്പിൾ ആയിരിക്കാം, എന്താണോ അവൈലബിൾ അതുപോലെ കഴിക്കും. അത്രയേ ഉള്ളൂ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞ് കോഫി, ബ്ലാക്ക് കോഫിയാണ് നമ്മളെപ്പോഴും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ബ്ലാക്ക് കോഫി കുടിക്കും. അതിൻ്റെ അകത്ത് ഒബ്വിയസ്ലി മിൽക്കില്ല. സ്വീറ്റ്നറായിട്ട് മോങ് ഫ്രൂട്ട് പൗഡർ ഉണ്ട്. മോങ് ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതാണ് ഏറ്റവും ബെസ്റ്റ് നാച്ചുറൽ സ്വീറ്റ്നർ. സ്റ്റെവിയയും ഉണ്ട്, പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്ന മോങ് ഫ്രൂട്ടാണ്. അപ്പോൾ അത് ഓർഡർ ചെയ്യാൻ പറ്റും. ഓക്കെ. പ്യുവർ മോങ് ഫ്രൂട്ട് എക്സ്ട്രാക്റ്റിൻ്റെ പൗഡർ ഓർഡർ ചെയ്താൽ ഒരു ചെറിയ പിഞ്ചിട്ടാൽ തന്നെ സ്വീറ്റ് ആവും. പക്ഷെ അത് നാച്ചുറൽ സ്വീറ്റ്നറാണ്, നമുക്ക് വറി ചെയ്യേണ്ട കാര്യമില്ല. ഷുഗർ സ്പൈക്കോ അല്ലെങ്കിൽ ഒബിസിറ്റി ഒന്നും ഉണ്ടാക്കില്ല. സോ ബ്ലാക്ക് കോഫി കുടിക്കും രാവിലെ. ആൻഡ് ഈ ഒരു രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. ഉച്ചയ്ക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലഞ്ചെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ചോറൊഴികെ നമ്മുടെ ടേബിളിൽ ഇരിക്കണ എല്ലാ സാധനങ്ങളും എടുക്കും. അത് തൈരായിരിക്കാം, തോരനുണ്ടാവും, വെജിറ്റബിൾസ് ഉണ്ടാവും, ചിക്കൻ ഉണ്ടാവും, ഫിഷ് ഉണ്ടാവും, എല്ലാം കഴിക്കും. പക്ഷേ നോ റൈസ്. അബ്സല്യൂട്ട്ലി നോ റൈസ്. ഒരു സ്പൂൺ പോലും ഇല്ല. യൂഷ്വലി ഈവനിങ്ങിൽ നമ്മൾ ഇതേപോലെ തന്നെ ഒരു ഡയറ്റ് ആയിരിക്കും. അതിൻ്റെ അകത്ത് പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാവും. അപ്പോൾ ഞാൻ സാധാരണ രാവിലെ പ്ലാന്റ് പ്രോട്ടീൻ എടുത്താൽ വൈകുന്നേരം വേ പ്രോട്ടീൻ ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ. ജസ്റ്റ് ഒരു മിക്സ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, എൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ വേ പ്രോട്ടീൻ്റെ ഒരു ഡ്രിങ്ക് എടുക്കും, ഫ്രൂട്ട്സ് കഴിക്കും, പിന്നെ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ വെജിറ്റബിൾസ് കഴിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ദിസ് ഇസ് മൈ യൂഷ്വൽ ലൈഫ് സ്റ്റൈൽ.